Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IGC സിലബസിൽ ആറാമത്തെ ചാപ്റ്ററായ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 1 വേരിയബിൾസിൽ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. Solve the following quadratic equation 7x square plus 2x minus 2 equal to 0. Give your answer correct to 2 places of decimals. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് ICSE സ്പെസിമെൻ 2023 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ക്വാഡ്രാറ്റിക് ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനും ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്ത് എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് എക്സിന്റെ സൊല്യൂഷൻ കാണാനായിട്ട് ഏത് ഫോർമുല അപ്ലൈ ചെയ്യാം? x is equal to -b plus √b² - 4ac/2a or x is equal to -b minus √b² - 4ac/2a എന്ന ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്താണ് നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ് 7x² plus 2x minus 2 equal to 0. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എടുത്ത് എഴുതുക ax² plus bx plus c equal to 0. ഇതിൽ നിന്ന് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 ആയിട്ട് കിട്ടും. ബിയുടെ വാല്യൂ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, ദാറ്റ് ഈസ് +2. ദെൻ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം ആണ്. ഇവിടെ കോൺസ്റ്റന്റ് നെഗറ്റീവ് ഇൻറ്റിജർ ആണ്, സോ -2 ആണ് സി. അപ്പൊ എ ബി സി എന്താണെന്ന് ആദ്യം എടുത്തെഴുതുക. ദെൻ എക്സ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല എന്താണ്? -b plus or minus √b² - 4ac/2a. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല. ഇനി ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് കിട്ടും? മൈനസ്, നമ്മുടെ മൈനസ് ഫോർമുലയിൽ തന്നെയുണ്ട്, ആ മൈനസ് ഇട്ടു. ദെൻ ബി പോസിറ്റീവ് ആണ്, സോ 2. ദെൻ പ്ലസ് ഓ മൈനസ് √b², b² എന്ന് പറയുമ്പോൾ 2² മൈനസ് 4ac. അപ്പൊ 4 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ 7 ആണ്, സി എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ ആ സൈൻ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഡിവൈഡഡ് ബൈ 2a. അപ്പൊ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ 7 ആണ്. അപ്പൊ 2 ഇൻറ്റു 7. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. സോ -2 പ്ലസ് ഓ മൈനസ് റൂട്ടിന്റെ അകത്ത് എന്ത് വാല്യൂ ആണ് വരുന്നതെന്നുള്ളത് എന്ത് ചെയ്യാം? പ്രത്യേകം ചെയ്ത് നോക്കാം. സോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ. 2² ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും അല്ലേ? ദെൻ മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, നമ്മുടെ സിയും നെഗറ്റീവ് ആണ്, രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എന്താവും? മൈനസും മൈനസും പ്ലസ് ആവും. ദെൻ 4 × 7 × 2. 4 × 7 × 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 56 ആണ് കിട്ടുക. സോ ഇതിന് റൂട്ടിന്റെ അകത്തുള്ള വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 4 + 56, ദാറ്റ് ഈസ് 60 എന്ന് കിട്ടി. സോ റൂട്ടിന്റെ അകത്തുള്ള വാല്യൂ നമുക്ക് എന്തായിട്ട് എഴുതാം? √60 ഡിവൈഡഡ് ബൈ 2 × 7 എന്താണ്? 14. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി √60 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ √60 കാണാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. √60യുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 60യുടെ അടുത്ത് നിൽക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണ്? 64 ആണ് അല്ലെ? കാരണം 64 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആണ്? 8² ആണ്. അപ്പോൾ 64ഉം 60യും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിക്കേ. 64ൽ നിന്ന് ഒരു 4 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും ആണല്ലോ. 60 നമുക്ക് 64 - 4 എന്ന് എഴുതാം. ഇനി 64ന്റെ റൂട്ട് എടുക്കുക. റൂട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾക്കറിയാം ഏതാണ്? 8. ഇനി നടുക്ക് മൈനസ് അല്ലേ? അപ്പൊ ആ മൈനസ് അതുപോലെ ഇട്ടു. ഇനി അടുത്ത നമ്പർ ഏതാ കിടക്കുന്നത്? 4. അത് അതുപോലെ ഇട്ടു. ഡിവൈഡഡ് ബൈ. ഇനി 4ന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതേണ്ടത് ഇവിടെ ഏത് നമ്പർ ആണോ നിങ്ങൾ എഴുതിയത് അതിന്റെ ഡബിൾ വേണം എഴുതാൻ. ഡബിൾ കാണാന്ന് വെച്ചാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതെങ്ങനെ എഴുതുന്നതെന്ന് ക്ലിയർ ആയില്ലേ? 64 എന്ന് പറഞ്ഞാൽ √64 എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എഴുതുക 8. നടുക്ക് മൈനസ് ആണെങ്കിൽ അതുപോലെ മൈനസ് ഇടുക. ദെൻ 4 അതുപോലെ എഴുതുക. ഡിവൈഡഡ് ബൈ. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ എന്താണോ എഴുതിയത് അതിന്റെ ഡബിൾ വേണം താഴെ കൊടുക്കാൻ. അപ്പൊ ഇനി ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2ഉം 4ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ 4ഉം 8ഉം ക്യാൻസൽ ചെയ്താലും മതി, അതാണ് എളുപ്പം അല്ലെ? 4ഉം 8ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ടൈംസ് എന്ന് കിട്ടും. സോ എന്ത് വരും?
8 മൈനസ് 1/4 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി 1/4 എന്ന് പറഞ്ഞാൽ 0.25 അല്ലേ? സോ 8 മൈനസ് 0.25 എന്ത് ചെയ്യുക? കാണുക. 8 മൈനസ് 0.25 കാണുമ്പോൾ 7.75 ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ √60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.75. ഇനി അതെടുത്ത് എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ -2 പ്ലസ് ഓ മൈനസ് √60ക്ക് പകരം ഏതെഴുതണം? 7.75 വേണം കൊടുക്കാൻ. 7.75 ഡിവൈഡഡ് ബൈ 14. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടാക്കുക അല്ലെ? നമുക്ക് 2 സൊല്യൂഷൻ ആണ് വേണ്ടത്. അപ്പൊ രണ്ടാക്കാനായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അടുത്ത പേജിൽ തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് x is equal to -2 പ്ലസ് ഓ മൈനസ് 7.75 ഡിവൈഡഡ് ബൈ 14. അപ്പൊ രണ്ടാക്കുമ്പോൾ എങ്ങനെ എഴുതാം? x is equal to ഒന്ന് -2 പ്ലസ് 7.75 ബൈ 14 എന്നും വരും. രണ്ടാമത്തത് x is equal to -2 മൈനസ് 7.75 ബൈ 14. ഈ നടുക്കത്തെ പ്ലസും മാറി മൈനസ് ആവും. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ വാല്യൂസ് എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ ആൻസർ ആവും. സോ നിങ്ങൾ -2 പ്ലസ് 7.75 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 5.75 ആണ്. പോസിറ്റീവ് 5.75 ആണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 14. ഡിവിഷൻ ചെയ്യുക. ഈസി ഡിവിഷൻ തന്നെയാണ്. അപ്പോൾ 5.75 ഡിവൈഡഡ് ബൈ 14 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.410 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് x is equal to -2 മൈനസ് 7.75 ഡിവൈഡഡ് ബൈ 14 ആണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്കും നോക്കിക്കേ, രണ്ടും കൂടി ആഡ് ആണ് ചെയ്യേണ്ടത്. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ -2 മൈനസ് 7.75 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -9.75 ആണ് ആൻസർ ആയിട്ട് വരിക. ഡിവൈഡഡ് ബൈ 14. അപ്പൊ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. ഇനി 9.75 നിങ്ങൾ എന്ത് ചെയ്യുക? 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? 0.696 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2 places ഓഫ് ഡെസിമൽസിൽ വേണം ആൻസർ എഴുതാനായിട്ട്. അപ്പൊ 2 ഡെസിമൽ പ്ലേസ് മതി. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ 3 ഡെസിമൽ പ്ലേസ് വന്നു അല്ലെ? 410. ഇവിടെ ആണെങ്കിൽ 696. അത് 2 ആക്കണം. അപ്പൊ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണെന്ന് നോക്കിക്കേ. ഇവിടെ ആദ്യത്തേല് എക്സിന് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 0.41. കാരണം എന്താണ്? 1ന്റെ തൊട്ടടുത്തുള്ള ഡിജിറ്റ് 5നെയും കാട്ടി ചെറുതായതുകൊണ്ട് മാറ്റമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പൊ ഒരു ആൻസർ 0.41. ഇനി അടുത്തതിന്റെ വരുമ്പോൾ മൈനസ് അതുപോലെ ഇടുക. ദെൻ 0.696 ആണ്. ഇപ്പൊ 6 എന്ന് പറയുന്നത് 5നെയും കാട്ടി വലിയ ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മൾ 1 എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും? ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ 9ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 10 ആവും അല്ലെ? അപ്പം 0യും വന്ന് ഇവിടെ 1 ആവും. അപ്പം 1 + 6 7 എന്ന് കിട്ടും. അപ്പൊ 0.69 എന്നുള്ളത് നമുക്ക് എന്തായിട്ട് കിട്ടും? 0.70 എന്ന് കിട്ടും. സോ നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 0.41ഉം -0.70 ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.